വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോൾ തന്നെയാണ് ഓപ്പറേഷൻ അനന്ത മുങ്ങിയത് എന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. കയ്യേറ്റക്കാർ കോടതിയിൽ പോയി വാങ്ങിയ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ 2024 സർക്കാർ തയ്യാറായില്ല എന്നും ജിജി തോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. ഈ മറ്റൊരു കാര്യം ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ളത് അവിടുത്തെ ചില വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോഴാണ് ഇതിന് വൻകിട കയറ്റങ്ങൾ അതെ ഓപ്പറേഷനാണ്. നമ്മൾ വൻകിട കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ പിന്നെ മധ്യരാജാവായ ബിജു രമേശിൻ്റെ രാജധാനി എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി 2 ഓർഡറുകൾ ഒഴുകുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി ഓർഡറുകൾ പോകുന്നുണ്ട്, പക്ഷെ ഞാനത് വെള്ളം തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. അത് ശരിയോ തെറ്റോ എന്ന് കോടതി വേണം തീരുമാനിക്കാൻ, എനിക്ക് പറയാനാവില്ല. അത് ഞങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹം അതിനെതിരെ അപ്പീലുമായിട്ട് ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ട് അപ്പീൽ സ്റ്റേ കൊടുത്തില്ല. അപ്പം അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്തു. ഇന്ന് 2024 ഇത്. 2024 വരെ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെന്ത് എന്താ സർക്കാരല്ലേ വെക്കേറ്റ് ചെയ്യേണ്ടത്? എന്തേ വെക്കേറ്റ് ചെയ്യാത്തത്? അപ്പം നമ്മൾ എന്താ ധരിക്കേണ്ടത്? ഈ അദ്ദേഹത്തെ ഒന്നും മുഷിപ്പിക്കരുത്, ആ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് പറയുകയല്ലേ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വേറൊരു അർത്ഥം ഉണ്ടെങ്കിൽ പറയൂ. അപ്പം ഇത് ഇങ്ങനെയാണ് ഇത് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പം നമ്മളിരുന്ന് റെയിൽവേ കുറ്റപ്പെടുത്തുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, ഈ ജോയിയുടെ മരണത്തിന് ശേഷം സർക്കാർ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണകൂടം റെയിൽവേയെ പഴിചാരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ടണലിന്റെ ഉത്തരവാദികൾ റെയിൽവേ ആണ് എന്ന് പറയുന്നു. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ആ ടണലിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിനുശേഷം നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടക്കുന്നു. അങ്ങനെ നീരൊഴുക്കിൽ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഒഴുക്കിൽ മാറ്റമുണ്ടാകുന്നു. റെയിൽവേയോട് അത് മാറ്റിപ്പണിയാൻ ആവശ്യപ്പെട്ടു. അതോടുകൂടി തീരുന്നതാണോ ഈ തദ്ദേശ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തം? എന്താണ് ജിജി തോംസൺ പറയുന്നത്? അഭിലാഷ്, 2015 നമുക്കറിയാം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വൻകിട കയ്യേറ്റമൊഴിപ്പിക്കൽ അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനമായ ഓപ്പറേഷൻ അനന്തയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ഒരു നീക്കമാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമാണ് നാളെ, നമുക്കറിയാം. അങ്ങനെ ഒരു സന്ദർഭം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഉമ്മൻചാണ്ടിയുടെ ആർജവമാണ് അന്ന് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കാരണം ഏതാണ്ട് 10-26 കിലോമീറ്ററോളം നീളുന്ന ഈ നമ്മുടെ നഗരത്തിലെ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തോടുകളുണ്ട്. കഴക്കൂട്ടം തൊട്ട് ആരംഭിച്ച് ഇങ്ങനെ പഴവങ്ങാടി കഴിഞ്ഞ് കിഴക്കേക്കോട്ടയൊക്കെ കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള നിരവധിയായ കൈത്തോടുകളും മറ്റുമുണ്ട്. ഇത് പൂർണ്ണമായും ശുചീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായി ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരിക്കെ ഒരുപക്ഷെ നമുക്കറിയാം ഈ ഒരു ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഇത്തരത്തിൽ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും 2015 അതിനൊക്കെ അദ്ദേഹം നന്ദി പറയുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടാണ്. അത് നമുക്കറിയാം. അവിടെ ഒരുപാട് പാർട്ടി ഓഫീസുകൾ കയ്യേറിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ നിരവധി കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ബിജു രമേശിനെ പോലെയുള്ള മദ്യ വ്യാപാരികളുടെ ഹോട്ടൽ ശൃംഖലകളുണ്ട്. രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് പോലെയുള്ള ടെക്സ്റ്റൈൽസുകൾ കയ്യേറ്റങ്ങളുണ്ട്. അങ്ങനെ നിരവധി കയ്യേറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഇവർ. ഇത് തുടർച്ചയായി ഒഴിപ്പിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഏതാണ്ട് 6 മാസത്തോളം ഈ പ്രൊജക്ട് നീണ്ടു. 6 മാസം കൊണ്ട് ഒരുപാട് എതിർപ്പുകൾക്കിടയിലും അന്നത്തെ മന്ത്രിസഭയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോവുകയും വലിയ തോതിലുള്ള പുരോഗതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ജിജി തോംസൺ വിരമിക്കുന്നു. തുടർന്ന് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. ഈ ബിജു രമേശ് നേരെ പോയി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സ്റ്റേ നൽകുന്നില്ല. സുപ്രീം കോടതിയെ സമീപിച്ചാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്റ്റേ നൽകുകയും അത് ഈ ഓപ്പറേഷൻ അനന്ത എന്ന പ്രോജക്റ്റ് അത് ഇല്ലാതാവുകയും ചെയ്തത്. പിന്നീട് വന്ന ഇടത് സർക്കാർ കഴിഞ്ഞ 8 വർഷമായി ഈ തരത്തിലുള്ള സ്റ്റേ വെക്കേറ്റ് ചെയ്യാനോ ഈ ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനോ തയ്യാറായില്ല എന്നാണ് ജിജി തോംസൺ ഗുരുതരമായി തന്നെ ആരോപിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം ആ തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുമുണ്ട്. അത് വളരെ കൃത്യവുമാണ്. പിന്നീട് നമുക്കറിയാം കോടിക്കണക്കിന് രൂപ ഈ ആമയിഴഞ്ചാൻ തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചെറിയ പ്രോജക്റ്റുകളുടെ ഭാഗമായി. പക്ഷെ അപ്പോഴൊന്നും ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, കൃത്യമായി എങ്ങനെ മാലിന്യം വീഴുന്നു എന്ന കാര്യം അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടാവാതെ ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കുകയും അതൊന്നും ഫലപ്രദമായി പോകാതാവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ആമയിഴഞ്ചാൻ തോടും അവിടുത്തെ മാലിന്യവാഹിനിയായി ഒഴുകുന്ന സംവിധാനങ്ങളും
ജോയി എന്ന സാധാരണക്കാരന്റെ മരണവുമൊക്കെ സംഭവിക്കുന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ജിജി തോംസന്റെ ഈ വാക്കുകൾ പ്രസക്തമാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ജിജി തോംസൺ എന്ന ചീഫ് സെക്രട്ടറി നേരിട്ടിറങ്ങി വന്ന ഒരു പ്രോജക്റ്റ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ അതിന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സർക്കാരുകളെ നോക്കാതെ അടുത്ത സർക്കാർ കൂടി ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു വിജയമുണ്ടാവുകയുള്ളൂ. അതില്ലാതിരുന്നതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ തലസ്ഥാന നഗരി അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത്